കൊമ്പൻ കടവൂർ ശിവരാജുവിന് വിദഗ്ധ പരിശോധന. അനാരോഗ്യമായിട്ടും വിശ്രമം നൽകുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം കടവൂർ ശിവരാജുവിനെ പരിശോധിച്ചു. ഏക്കത്തുകയിൽ വർധനവുണ്ടായതോടെ വിശ്രമം നൽകാതെ എല്ലായിടത്തും കൊണ്ടുപോയതോടെ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങി. തണ്ണിമത്തനും മറ്റും അമിതമായി കഴിച്ചതുമൂലം തുടർച്ചയായി ഒരാഴ്ചയോളം ദഹനക്കേടുമുണ്ടായി. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ശിവരാജു ആന ചികിത്സയിലാണ്. കടവൂർ ക്ഷേത്രത്തിലെ കരക്കാരുടെ എഴുന്നള്ളത്തിന് പോലും ആനയെ പങ്കെടുപ്പിച്ചിരുന്നില്ല. പിന്നീട് പരിശോധിച്ച സ്വകാര്യ ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിനെ തുടർന്ന് പാറശാലയിലെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് നാട്ടുകാരും ആനപ്രേമികളും ചേർന്ന് തടയുകയായിരുന്നു. തൃക്കടവൂർ ശിവരാജു എന്നാൽ ഈ തെക്കൻ കേരളത്തിൻ്റെ ഒരു മഹാ അഭിമാനമായ ഗജവീരനാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആനകളുടെ പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആന തന്നെയാണ്. ഏറ്റവും മുമ്പിൽ നിൽക്കാൻ യോഗ്യൻ തന്നെ ആനയാണ് തൃക്കടവൂർ ശിവരാജു. ഇതൊരു പ്രദേശത്തിൻ്റെ വികാരമാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി, ഏറ്റവും വലിയ ഗജരാജൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തിൻ്റെ വികാരം കൂടിയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയധികം നാട്ടുകാർ ഇവിടെ ഞങ്ങളുടെ മെഡിക്കൽ സംഘം വരുമ്പോൾ തന്നെ ഇവിടെ തടിച്ചുകൂടിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 10 ദിവസമായി, അതായത് ഫെബ്രുവരി 28 തീയതി മുതൽ തന്നെ ഈ ആന ചികിത്സയിലാണ്. ഗജപ്രേമികളുടെയും അതോടൊപ്പം തന്നെ ആനയെ കാണാൻ വരുന്നവരും ഒക്കെ ധാരാളം പഴങ്ങൾ, പ്രത്യേകിച്ചും ജലാംശം കൂടിയ പഴങ്ങൾ ധാരാളം കൊടുത്തതുകൊണ്ട് ഉണ്ടായ ഒരു താൽക്കാലികമായ ഒരു വയറിളക്കം ആനയ്ക്ക് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ധാരാളം നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ഷീണം ആനയ്ക്കുണ്ട്. അപ്പോൾ പിന്നീട് ഉടൻ തന്നെ ഫിറ്റ്നസ് കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി ആയതുകൊണ്ടാണ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നിന്നും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു വെറ്ററിനറി മെഡിക്കൽ ടീം ഇവിടെ വന്ന് ആനയെ പരിശോധിക്കുന്നത്. ഇപ്പോൾ ആനയുടെ രക്തം ശേഖരിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആനയുടെ എരണ്ട ശേഖരിച്ചിട്ടുണ്ട്. ആനയെ വളരെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ആനയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ രക്തവും അതിൻ്റെ എരണ്ടയും ഒക്കെ പരിശോധിച്ചതിന് ശേഷം ആന ഫിറ്റാണെങ്കിൽ, അതായത് പ്രൊസഷന് കൊണ്ടുപോകാൻ യോഗ്യമാണെങ്കിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. അതല്ലെങ്കിൽ ആവശ്യമായ എന്തെങ്കിലും മെഡിക്കേഷൻ ഉടൻ തന്നെ വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം രാവിലെയോടെ നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിലെത്തി. പ്രതിഷേധം ശക്തമായതോടെ മന്ത്രി ജെ ചിഞ്ചുറാണി ഇടപെട്ട് മൃഗസംരക്ഷണ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആനയെ പരിശോധിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ സംഘം ആനയുടെ രക്തസാമ്പിളുകളും എരണ്ടവും ശേഖരിച്ചു. തുടർന്ന് ജില്ലാ വെറ്ററിനറി കേന്ദ്രം ലബോറട്ടറിയിൽ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആനയ്ക്ക് നിർജ്ജലീകരണം നേരിട്ടതായി പ്രാഥമിക പരിശോധനയിൽ വിലയിരുത്തി. ഒരാഴ്ചത്തെ വിശ്രമവും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലബോറട്ടറി പരിശോധനകൾ തീരുന്ന മുറയ്ക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകും. ആനയുടെ വിരൽ നഖത്തിലും പാദങ്ങളിലുമുണ്ടായ പൊട്ടലുകൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടാണ് സംഘം മടങ്ങിയത്. മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഡി ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ഷീബ പി ബേബി, സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ സജ്സാം ബി സോജ, ആര്യ സുലേചനൻ, വനം വകുപ്പ് വെറ്ററിനറി സർജൻ ഡോക്ടർ സിബി, SPCA ഇൻസ്പെക്ടർ റിജു എന്നിവരുൾപ്പെട്ട സംഘമാണ് ആനയെ പരിശോധിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.